ബാലചന്ദ്രനും ശരത്തും മതിലിന്റെ മുകളിൽ ഇരിക്കുന്നു. ശരത്ത്: പ്രായമുള്ളവർ നല്ലത് പറഞ്ഞെന്നാ കേട്ടുകൂടെ നിനക്ക്? അയാൾ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയല്ലേ? എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നേ നല്ലതാ. എപ്പോഴും ഉള്ള പോക്ക്, രാത്രിയിലുള്ള നടത്തം കഴിവതും ഒഴിവാക്കുക. ബാലചന്ദ്രനും ശരത്തും നടന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തി. യമുന വെള്ളം കൊണ്ടുവന്നു. ബാലചന്ദ്രൻ: നിന്നോടാരാ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞേ? ശരത്: നീ എന്തിനാ ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ബാലചന്ദ്രൻ: ഈ യമുന ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ അംഗീകരിച്ച് പൂവിട്ട് പൂജിക്കണോ? ബാലചന്ദ്രനകത്തേക്ക് പോയി. ശരത്: ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ, ഇതൊന്നും കാര്യമാക്കണ്ട. എന്താ പേര്? യമുന. ശരത്ത്: ആ വെള്ളം തരൂ. യമുന അത് ശരത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ശരത് വെള്ളം കുടിച്ചതിന് ശേഷം ഗ്ലാസ് യമുനയുടെ കയ്യിൽ കൊടുത്തു. യമുന വാങ്ങി. ശരത്: പൊക്കോളൂ, ഇല്ലെങ്കിൽ ഇത് മതി അവന് തുള്ളാൻ. ശരത്ത് പോയി. ശരത്ത് പുഴയിൽ ആസ്വദിച്ച് കുളിക്കുന്നു. യമുന ബക്കറ്റിൽ തുണിയുമായി വരുന്നു. യമുന: ഡോക്ടർ കുളിക്കുകയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വരില്ലായിരുന്നു. ശരത്ത്: അതിനെന്താ, ഞാൻ കഴിഞ്ഞു. ശരത്ത് കയറിപ്പോയി. യമുന ബക്കറ്റിലെ തുണിയെടുത്ത് നനയ്ക്കുന്നു. തുണി നനയ്ക്കുന്നതിനോടൊപ്പം ചെറിയ മൂളിപ്പാട്ടും പാടുന്നു. ശരത്ത് അത് കേൾക്കുന്നു. യമുന: ഞാൻ വെറുതെ ഇങ്ങനെ. ശരത്ത്: നല്ല പാട്ടായിരുന്നു, ആ പാടുന്നേ. യമുന മൂളാൻ തുടങ്ങി. ശരത്തും യമുനയും കണ്ണിൽ നോക്കുന്നു. യമുനയും ശരത്തും ഐസ്ക്രീം കഴിക്കുന്നു. ശരത്ത്: ഇഷ്ടപ്പെട്ടോ ഐസ്ക്രീം? യമുന: സാററിഞ്ഞാൽ എന്നെ കൊല്ലും. ശരത്ത്: ഇവിടെ ഇരി, ഞാൻ ബില്ല് കൊടുത്തിട്ട് വരാം. കുറച്ച് പയ്യന്മാർ യമുനയെ തട്ടിക്കൊണ്ട് പോകുന്നു. ശരത്ത് ചാടി വന്നു. യമുനയെ പൊക്കിയെടുത്തവനെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം അവരെല്ലാം അടിച്ചൊതുക്കി. ശരത്ത്: ഓക്കെ അല്ലേ? യമുന: ശരത്ത്: വരൂ, ഇതിൻ്റെ ബാക്കി ഭാഗം ഇതേ സമയത്ത് നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടാറ്റാ.